എന്താ ആ മരുന്ന് തരാൻ വന്നാണല്ലേ? അല്ല റെയ്ഡാ. അയ്യോ റെയ്ഡോ? അയ്യോ എന്റെ മനുഷ്യ. ഓ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക. എന്താടി രാജേഷിന്റെ വീട്ടിലെ ഹെൽത്തുകാരനെ റെയ്ഡ് മനുഷ്യ. അതിനെന്താ? പോയി വീഡിയോ പിടിക്ക്. എന്തിന്? നമുക്ക് വാട്സപ്പിൽ ഇടാന്ന്. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഓ എന്റെ പൊന്നു മനുഷ്യ, വീഡിയോ വൈറലായി കഴിഞ്ഞാലേ അവന്റെ കച്ചവടം പൂട്ടിക്കെട്ടും. അങ്ങോട്ട് പോ. അല്ല സാറേ, എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നാച്ചുറലോ? എന്നിട്ടാ തന്റെ ഉണ്ണിയപ്പം കഴിച്ച 3 പേര് വയറിലൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അയ്യോ, അങ്ങനെ വരെ വഴിയില്ല സാർ. അവര് വേറെ വല്ലതും പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും. കഴിച്ചവരൊക്കെ നിശ്ചയം തനിക്കാണോ? അല്ല സാർ, വയറിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. പിന്നെ ഓരോ ഐറ്റം കഴിയുന്നതോറും കൃത്യമായി എണ്ണ മാറ്റാറുണ്ട്. ഉണ്ണിയപ്പം ടെസ്റ്റിന് വെച്ചിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ. അതുവരെ തന്റെ ലൈസൻസ് ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുക്കിങ്ങും സെയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. അല്ല സാറേ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. സന്തോഷേ, എല്ലാം ചെക്ക് ചെയ്തേ. എല്ലാത്തിനും സാമ്പിൾ എടുക്കണം കേട്ടോ. ശരി, ഒന്നും വിടാൻ പാടില്ല. സാറേ കയ്യെന്ന് മതി. ലഡു എടുക്കണല്ലേ? അതൊക്കെ എടുക്കും. അത് മതി. ജയരാജേ, നമ്മുടെ അയൽക്കാരൻ നാറി ഫുഡ് ഇൻസ്പെക്ടർ വന്നതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലും നോക്കിയോ, ഷെയർ ചെയ്തൊക്കെ നോക്കി. അല്ല അതൂരി അവനെ നമുക്ക് പക്കാടയിൽ പനാവറൊക്കെ കൊന്നാലടാ. ഒന്നും ഉണ്ടായിരുന്നു ചേട്ടാ, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. ഒന്നും കലക്കാണ്ട് തന്നെ ഇങ്ങനെ പനാമറ്. കുടുംബ ഗ്രൂപ്പ്. ഹലോ സാറേ, ശരി താങ്ക്സ്. എടാ, ലാബിൽ നിന്ന് റിസൾട്ട് വന്നു. നിന്റെ ഫുഡിന് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ ലൈസൻസിന്റെ സസ്പെൻഷൻ മാറാൻ അത് മാത്രം പോരാ. ഫുഡിന് കുഴപ്പമില്ല, പിന്നെ എന്താണ്? എടാ, അസുഖം ബാധിച്ച കേസല്ലേ, ആളെങ്ങനെ തട്ടിപ്പോയി അവർ തൂങ്ങേണ്ടി വരില്ലേ? സാറ് പറയുന്നത് ആ പെങ്കച്ച് ചെന്ന് പരാതിയില്ലെന്ന് എഴുതി കൊടുത്താ നിന്റെ ലൈസൻസ് കൊടുത്തേക്കാന്ന്. അതിനവര് വരുമോ? വരുത്തണം. ഒരു തെരേസ, പുതുപ്പറമ്പിൽ വീട്, കുമ്പളം പടിഞ്ഞാറ്. ഇപ്പോൾ ആൾ ജെസി ഹോസ്പിറ്റലുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്യടി. നടപടിയായ ഞാൻ തന്നെ മേടിച്ചു തരാം ലൈസൻസ്. എന്നാ നീ വിട്ടോ, ഇത് തീർന്നില്ല, അല്ലേ ഞാനോട് വരായിരുന്നു. ഞാൻ പോക്കോളാം. ബാ. അങ്ങനെ തീരാനാ? അയാൾ കുറെ നേരമായിട്ട് പൂന്ന് ഊതിക്കൊണ്ടിരിക്കട്ടെ, തീ എത്തിക്കാൻ പറ. എന്റെ രാമേട്ടൊന്ന് ഊതി കത്തിക്കേ. അയ്യോ, കൊച്ചു നല്ല ആവശ്യത്തിലാണല്ലോ. വയറ് നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വാട്ടം കണ്ട. അയ്യോ, അമ്മച്ചിനെ എടുത്തോണ്ട് പോകേണ്ടി വരും. ഒന്നും മിണ്ടാതിരിക്കും. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോഴാ അറിഞ്ഞ ഡിസ്ചാർജ് ആയിന്ന്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്താ കാര്യം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മച്ചീനകത്തോട്ടാക്കി. ഒന്ന് വയറിളകിന്ന് വെച്ച് ക്ഷീണിച്ചു പോകുന്ന തടിയൊന്നും അല്ലടാ ഇത്. അയ്യോ, നല്ല ശ്രുതി, താളം, അടിപൊളിയാ അമ്മച്ചി. ഓടാ അമ്മച്ചി നല്ല മാസാണല്ലോ. അത് ചോദിക്കാൻ വന്നാണ്. അല്ല, ഞങ്ങളെ ഈ തെരേസ ഒന്ന് കാണാൻ. ഞാൻ എന്താ കാര്യം? ഞാൻ രാജേഷ്, ചാന്ദ് ഫുഡ് പ്രൊഡക്ട്സിന്റെ MD ആണ്. ഓ, അത് നിങ്ങളുടെ ആയിരുന്നല്ലേ? കംപ്ലൈന്റ് പിൻവലിക്കണമെന്ന് പറയാൻ വന്നാണ്. നടക്കൂല. അതെ, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ ഉണ്ണിയപ്പൻ ടെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് വന്നു. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നുണ പറയാണെന്നാണോ പറയണേ? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ വല്ലതും പുറത്തുനിന്ന് കഴിച്ചിട്ട് വയറിളകില്ലേ? അതെ, ഞങ്ങൾ ഇന്നലെ ആകെ പുറത്തുനിന്ന് കഴിച്ചത് നിങ്ങളുടെ ഉണ്ണിയപ്പം മാത്രമാണ്. പിന്നെ കഴിച്ചത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം. അത് കഴിച്ചിട്ടൊന്നും ആർക്കും ഇതുവരെ വയറിളക്കം ഉണ്ടായിട്ടില്ല. ഓ, അമ്മച്ചി, അച്ഛനായിട്ട് തുടങ്ങിയ ഓർമ്മയാണ്. ഇന്നേ വരെ ഞങ്ങളുടെ പലഹാരം കഴിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി. ഇതേ തട്ടിപ്പ് ടീമിന്റെ സ്ഥിരം നമ്പറാണ്. അതിവിടെ ഓടൂല. വേഗം സ്ഥലം വിടാൻ നോക്ക്. തട്ടിപ്പല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. പറ്റുവാണെങ്കിൽ ആ പരാതി ഒന്ന് പിൻവലിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നടക്കൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്ന് പോയി ചോദിച്ചാലോ? മോളെ ഒന്ന് തന്നെ ഞങ്ങള് മാപ്പ് പറഞ്ഞാലാ? എന്തിന്? മോക്കും കുടുംബത്തിനുണ്ടായ തൂറ്റലിന്. ആരും ചോദിച്ചിട്ട് കാര്യമില്ല, അവര് മൊത്തത്തിൽ തൂറി കിഴിവരിക്കുകയാണ്. കുഞ്ഞട്ടോ, എന്റെ ചായ കുടിക്കാനാണേ. എടാ, നിന്റെ അപ്പം ഭയങ്കര സീരിയസ് മനായിരുന്നല്ലോടാ. പിന്നെ നിനക്ക് ഇവിടെ നിട്ടടേ വലിച്ച തമാശ. അപ്പന് പറഞ്ഞോണ്ടല്ലേ പോടാപ്പ.
വല്ല കാര്യം ഉണ്ടായിരുന്നേ? അല്ല അതുകൊണ്ടിപ്പം സീരിയസ് സീനിപ്പോൾ കോമഡി ആയില്ലേ? സീരിയസ് ആയിട്ട് ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ലല്ലോ. എന്നാ ചായ. കുഞ്ഞോട്ടോ, ഓ അതെ ഉണ്ണിയപ്പം ഇരിക്കണ്ടെങ്കിൽ താ, ഒന്ന് വയറിളക്കാനാ. ഞാൻ എവിടെ ചോദിച്ചാൽ മതി, സാധനം കിട്ടും. ആ ഉണ്ടാ എടാ, ഉണ്ടെങ്കിൽ താടാ. എടാ കാശ് എടാ. എന്തടാ ആ, ഒന്ന് അടങ്ങിയിരുന്നോ? അവിടെ ഇരുടാ. ഓന്നെ രാഷേ കൈനാറും വേണ്ട. വിഞ്ചേട്ടാ, ഫ്രൂട്ട്സ് എടുക്കട്ടെ? ബാഗ് എടുത്തോ. വന്നിട്ട് കാണിച്ചു തരാടാ. ചായ സാരാന്നുള്ള കാര്യം നിനക്കൊന്നും അറിയാമല്ല. എടാ നീ ഒരു നിഷ്കുവായി പോകണം. ഞാൻ വിചാരിച്ച ചായ അവൻ്റെ മുഖത്തേക്ക് വെച്ചിട്ട് 2 തൊഴി അവൻ്റെ നാവിക്കിട്ട് കൊടുക്കുന്നു. നീ എന്താ കാണിച്ചേ? എന്നിട്ട് വേണം അവൻ എന്നെ വാരിയെടുത്ത് തലക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത് ഫോണടിക്കുന്നു. അതെവിടെ? ഹലോ, ആ വരാം. ഓ, എന്താടാ? അടുത്ത ട്രോഫി. എടാ ഈ ചായ ഗ്ലാസ് പിന്നെ കൊടുക്കാൻ പാ. അത് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല കൊണ്ട്. ജപ്തിയായപ്പോ സമാധാനമല്ലോ. ചെത്തിയോ? ആ ജപ്തിയായിട്ടുണ്ട് സാറേ. ഇപ്പൊ ഇവനൊരു ജപ്തി താങ്ങാനുള്ള ശേഷിയില്ല സാറേ. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. സാറേ ഇപ്പൊ എത്ര രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി കൊണ്ട് ഇവിടെ നിന്ന് ഒഴിവായി തരാൻ പറ്റും? 12 ലക്ഷം അടയ്ക്കണം. എന്താണ് ഇത്ര ചിരിക്കാൻ? അല്ല സാറേ, ഇവനിവിടെ എടുത്തിട്ടുള്ള ആകെ 8 ലക്ഷം രൂപയാണ്. ആ പിന്നെ നിങ്ങളിപ്പോൾ പലിശയൊക്കെ ആയിട്ട് ഇപ്പം 12 ലക്ഷം ആക്കിയേക്കണേയാണല്ലോ. അതെ. പേര് സഹകരണം വാങ്ങുന്നു. മുട്ടൻ കോമഡി എടുത്ത് ചിരിച്ചത് സാറേ. ചുമ്മാ സാറേ, പഴയ പോലെ ഒന്നുമല്ല സാർ. കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കുറച്ച് സാവകാശം കൂടെ തരുവാണെങ്കിൽ. സാവകാശം ഇനി നടക്കൂല രാജേഷേ. ആ സീനൊക്കെ കഴിഞ്ഞു. സാറേ പ്ലീസ്. നടക്കൂല രാജേഷേ. അതെ സാറേ. ഇപ്പം എത്ര രൂപ അടയ്ക്കണം? എത്ര അടയ്ക്കും? അല്ല എത്ര അടയ്ക്കണം ഇതൊന്ന് ഒഴിവാനായിട്ട്? 4 ലക്ഷം. ഒരു 4 ലക്ഷം അടച്ചാൽ ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. 4 ലക്ഷമോ? ആ അതല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുള്ളൂ. ഒരാഴ്ച സമയമുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്ക്. അപ്പം ശരി, കാണാം. താങ്ക് യു സാർ. ശരി, ആ വാ കയറി വാ. ഡാഷ കാശിനെന്ത് ഇവിടെ? ഒരു പിടിയുമില്ല. നമുക്ക് രാജിയോടൊന്ന് ചോദിച്ചാലോ? നല്ല പൊന്നു വാള, ഇപ്പൊ കിട്ടും കാശ്. അല്ല അവളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ ലോൺ എടുത്ത്. അപ്പൊ അടയ്ക്കേണ്ട ഉത്തരവാദിത്തം അവക്കുണ്ട്. ആ അങ്ങോട്ട് എന്നാ ഇല്ലാത്ത കടത്തിന്റെ കഥയും പറഞ്ഞ് അവള് നമ്മളോട് കാശ് വയ്ക്കും. അപ്പഴാ എടാ മുഴുവനല്ലടാ. ഇപ്പൊ ജപ്തി ഒഴിവാക്കാൻ 4 ലക്ഷം കിട്ടിയാൽ ഓക്കെ. അത് അവള് വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അത് നിന്റെ കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്താൽ പോരെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിക്കാത്ത ആളാണ് ലോൺ അടക്കാൻ പോണത്. നിങ്ങൾ നടക്കണ കേസ് വല്ലതും പറയാൻ ചേട്ടാ. എടാ ഒന്നുമില്ലേലും നിന്റെ കൂടപ്പുറപ്പല്ലേ. ഇപ്പൊ വല്ല മാറ്റം വന്നെങ്കിലാ ഒന്ന് പോയി ചോദിച്ചു നോക്കടാ. ആ എന്നാ പോയി ചോദിക്കാം. ആത്താണ് നമ്മളെന്ത് ചോദിക്കുന്നു? രാജി കെട്ടി കണക്കിന് കാശ് എടുത്ത് തരുന്നു, നമ്മൾ ബാങ്കി കൊണ്ടുവരുന്നു, എല്ലാം സോളാവുന്നു. അങ്ങനെയുണ്ട്. പിന്നെ രാജി കാശ് വരുമ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ടോ? നല്ലേ രാജേഷ്. ആ ഇവിടെ ഇരിക്കാണ് അമ്മ. ഇവിടെ വിഞ്ചേട്ടൻ എന്തൊക്കെയുണ്ട്? രാജി, ഇത് നമ്മുടെ ബോർവെൽ ഉണ്ടാക്കിയതാ. ചേട്ടാ വന്നേ. നിങ്ങളിപ്പോ വന്ന് നന്നായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ബാങ്കിൽ പോണേ. 5 മാസമായിട്ട് ഈ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല. അല്ല രമേശൻ വിചാരിച്ച എന്റെ വിഞ്ചേട്ടാ പറയുമ്പോ ചേട്ടൻ ഗൾഫിലാണ്. പക്ഷെ കിട്ടണ കാശ് അവിടത്തെ ചെലവിന് തന്നെ തികയണില്ലെന്നേ. എന്റെ സ്വർണ്ണാണെങ്കിൽ മൊത്തം പണയത്തിലാ. അല്ലെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ലോൺ അടയ്ക്കായിരുന്നേ. കഷ്ടം. എടാ ഞാൻ വീട്ടിലേക്ക് വരായിരിക്കുന്നായിരുന്നു. നിന്റെ കാശ് എന്തെങ്കിലും ഇരിക്കണ്ടോന്ന് അറിയാൻ. ഒന്ന്
മറിച്ചാ മതി, ഞാൻ തിരിച്ചു തരാം. ആ ഇരിക്കാം. ഞങ്ങളെന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ലടാ, ചായ കുടിച്ചിട്ട് പോവാം. അത് വേണ്ടടി. ആ മോള് വെച്ചോ. പിന്നെ 2 മാസം മുന്നേ നീ പറഞ്ഞത് സ്വർണം വിറ്റെന്ന, ഇപ്പൊ പറഞ്ഞപ്പോ അത് പണയത്തിലേ. നീ അടുത്ത തവണ പറയുമ്പോഴേ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ, അല്ലെങ്കിലേ നീ നോണ പറയുകയാണെന്ന് വിചാരിക്കും. വരണ്ടായിരുന്നു. നിന്റെ പെങ്ങള് ഓസ്കാർ അയച്ചോട്ടാ. അതിലും വലുതാ.